അപ്പൊ മനസ്സധാരത്തിൽ ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ നമ്മൾ ഈ കൂലങ്കഷമായിട്ട് അങ്ങോട്ട് ചോദിച്ചു കഴിഞ്ഞാൽ പലപ്പോഴും ആകപ്പാടെ കൺഫ്യൂഷൻ ആവുന്ന ഒരു സാധനമാണ്. പണ്ടേ പക്ഷെ പണ്ടുള്ള കുട്ടികള് നമ്മുടെ കുട്ടിക്കാലത്തൊക്കെ നമ്മൾ എന്തെങ്കിലും പറയുമ്പോഴും മനസ്സില്ലെന്ന് പറയുമായിരുന്നു. വീട്ടുകാർ പറയും എന്തെങ്കിലും മേടിച്ചുകൊണ്ടോ അത് മനസ്സില്ലെന്ന് പറയും. അപ്പൊ അത് ഈ മനസ്സിന്റെ ഒരു നിരാകാരം എന്ന് നമ്മൾ പറയുന്ന ഒരു സാധനത്തിന്റെ ഒരു സംഗതിയാണ്. അപ്പൊ അതുണ്ടെങ്കിലും ഇല്ലെങ്കിലും അപ്പോ നമ്മളതിന്റെ പല തലങ്ങളിലേക്ക് സഞ്ചരിച്ചാലും ഒക്കെ നമുക്ക് പിടിതരാത്തൊരു വലിയ പ്രഹേളിക തന്നെയാണ് മനസ്സ് എന്ന് പറയാം. പക്ഷേ ഈ മനസ്സിന്റെ അനന്ത സാധ്യതകൾ ഉപയോഗിച്ചുകൊണ്ട് ഈ പലതരത്തിലുള്ള, ഇപ്പോൾ അത് ബിസിനസിന്റെ മേഖലയിലാണെങ്കിലും അതല്ല മറ്റെന്തെങ്കിലും തരത്തിലുള്ള ടെററിസത്തിന്റെ മേഖലയിലാണെങ്കിലും ഒക്കെ ഇത് വളരെ ശക്തമായിട്ട് ഉപയോഗിക്കുന്നു എന്നുള്ളത് പലർക്കും അജ്ഞാതമായ കാര്യങ്ങൾ. അതിൽ ഒന്ന് രണ്ട് എക്സാമ്പിൾ പറയും, നമുക്കത് അതിലേക്ക് വരാം. ഒന്ന്, നമ്മുടെ ഈ സിനിമാ തിയേറ്ററിൽ സിനിമ കാണുമ്പോൾ ഏറ്റവും അരോചകമായ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ തുടക്കത്തിൽ ആ ഒരു ക്യാൻസറിന്റെ പരസ്യമാണ്. അപ്പൊ ഇത് യഥാർത്ഥത്തില് സബ്ലിമിനൽ തലങ്ങളിലേക്ക് കൊടുക്കുന്ന ഒരു കോഡിംഗ് ആണ്. ദാറ്റ് മീൻസ് ക്യാൻസർ ഈസ് ഈക്വൽ ടു സിഗരറ്റ് ഓർ സിഗരറ്റ് ഈസ് ഈക്വൽ ടു ക്യാൻസർ എന്ന് പറയുന്ന ഒരു കോഡിംഗ് അവിടെ നമ്മുടെ സബ്ലിമിനൽ മൈൻഡിലേക്ക് കൊടുക്കുന്നു. ഇനി ഒരു തീവ്രവാദിയെ പോലീസ് പിടിച്ചു കഴിഞ്ഞാൽ ഇനി എത്രയൊക്കെ ഭേദ്യം ചെയ്താലും അയാൾ സത്യം പറയില്ല. കാരണം അയാളുടെ മൈൻഡിന് ഒരു പ്രീ സജഷൻ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് യു കനോട്ട് റിവീൽ ദാറ്റ് ട്രൂത്ത് എന്നുള്ള ഇത്. ഇനി മറ്റു ചില ആൾക്കാർ ഇതുപോലെ ഒരു ചെറിയ കുട്ടിയെ തന്നെ കിടത്തിയിട്ട് അയാളുടെ പുറത്തൂടെ ആളിനെ കയറ്റിയൊക്കെ നടത്തും, പക്ഷെ ആ ആളുടെ ശരീരം താരില്ല. അപ്പൊ ഇങ്ങനെ വളരെ ശക്തമായ രീതിയിൽ ഈ മൈൻഡിന്റെ ഒരുപാട് തരത്തിലുള്ള സിമുലേഷൻസ് ചെയ്യുന്ന ഒരു ഇതുണ്ട്. അപ്പൊ ഇവിടെ ഈ ഒരു സംഗതി പറഞ്ഞു വരുമ്പോഴത്തേക്കാണ് നമ്മളിപ്പോ യോഗശാസ്ത്രത്തിനെയാണ് ഭാരതീയ മനഃശാസ്ത്രം എന്ന് പറഞ്ഞു വയ്ക്കുന്നത്. അപ്പൊ മനസ്സിന്റെ അപാരമായിട്ടുള്ള സാധ്യതകൾ, ഈ ഇതിന്റെ ഏകത ഉപയോഗിച്ച് ഓടുന്ന വണ്ടി പിടിച്ചു നിർത്തുക, ഒരുപാട് സംഗതികൾ നമ്മുടെ ഉണ്ട്, ലെവിറ്റേഷൻ ഉൾപ്പെടെയുള്ള സാധനങ്ങൾ. അപ്പൊ ഇത്രയും സാധനങ്ങൾ ചെയ്യുന്ന ഒന്നാണ് മൈൻഡിന്റെ ഒരു പവർ എന്ന് നമ്മൾ പറയുന്നത്. അപ്പൊ ഈ ഭാരതീയ സങ്കല്പങ്ങൾക്ക് നമ്മളിപ്പോ അത് അറിയാലോ, ഇപ്പൊ എല്ലാവരും അതിനെ ഇതാക്കി കളയുന്നതാണ്. പക്ഷേ മനസ്സിന്റെ യഥാർത്ഥ ശക്തി ഉപയോഗിച്ചിരുന്ന ആൾക്കാരായിരുന്നു അവരെല്ലാവരും. ഈ പാശ്ചാത്യ ചിന്തകളിൽ എന്ന് മുതലാണ് ശരിക്കും ഈ മൈൻഡിന്റെ ഒരു ഇങ്ങനെയുള്ളൊരു അതീന്ദ്രിയമായ ഒരു പവറിനെ കുറിച്ചുള്ള അന്വേഷണങ്ങൾ വരുന്നതും. നമഃ ശിവായ. ഓക്കെ, നോക്കൂ, 1700 ലാസ്റ്റില്, അതായത് 1700 ലാസ്റ്റ് വന്നപ്പോൾ ഫ്രാൻസ് മെസ്മർ എന്ന് പറയുന്ന ഒരു വ്യക്തി മെസ്മറിസം എന്നൊരു സംഭവം കൊണ്ടുവന്നു. ആനുവൽ മാഗ്നറ്റിസം, അത് ഇതെന്നൊക്കെ പല പേരുകൾ ഇട്ടിട്ടൊക്കെയാണ് അദ്ദേഹം ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഇദ്ദേഹം ക്ലെയിം ചെയ്തത് എന്താണെങ്കിൽ, മുന്നിലിരിക്കുന്ന വ്യക്തിയെ മാഗ്നറ്റ്സ് വെച്ചുകൊണ്ട് അവരുടെ മൈൻഡിനെ കൺട്രോൾ ചെയ്യാനും അതിന് വേണ്ട രീതിയിൽ ചികിത്സയ്ക്ക് വേണ്ടി ഉപയോഗപ്പെടുത്താനും സാധിക്കുമെന്നാണ് ഇദ്ദേഹം കണ്ടുപിടിച്ചത്. ബട്ട് ഇറ്റ് വാസ് ടോട്ടലി അട്ടർ ഫെയിലുവർ. പല സയന്റിസ്റ്റുകളും വന്ന് ഇതിനെ ചോദ്യം ചെയ്തപ്പോൾ ഇത് സംഭവിക്കുന്നില്ല. ഇത് ആ ഒരു പർട്ടിക്കുലർ മൊമെന്റിൽ ഇദ്ദേഹം കാണിച്ച ചില ആക്ഷൻസും മറ്റുള്ളതൊക്കെ ആയിട്ട് മുമ്പിലിരുന്ന ലേഡിക്ക് ഒരു ചെറിയൊരു ഹിപ്നോസിസ് അവസ്ഥയിലേക്ക് എത്തിയതായിരുന്നു സംഭവം. പക്ഷെ പുള്ളി അത് റിയലായിട്ട് എടുത്തുകൊണ്ട് മരങ്ങളെ പോലും നമുക്ക് ഇത് മെസ്മറിസം ചെയ്യാമെന്നൊക്കെ ഉള്ള ഒരു രീതിയിലൊക്കെ കൊണ്ടുവന്നു. ബട്ട് ഇറ്റ് വാസ് ടോട്ടലി എ ഫെയിലുവർ. അങ്ങനെ ആ പുള്ളിക്ക് നാട് തന്നെ പെടേണ്ടി വന്നു. അപ്പൊ അതിനുശേഷം ഈ മെസ്മറിസം എന്നുള്ളൊരു സംഭവം അങ്ങനെ അത്ര ഇതൊന്നും ആയിരുന്നില്ല. എന്നാൽ നമ്മുടെ നാട്ടിൽ ഇപ്പോഴും മെസ്മറിസം ഭയങ്കര സംഭവം നമ്മളിട്ട് പൊക്കി പിടിച്ചുകൊണ്ട് നടക്കുന്ന ഒരുപാട് പേരുണ്ട്. ഞാൻ പലയിടത്തും കണ്ടിട്ടുണ്ട്. പലരും എന്നെ വിളിച്ച് ചോദിക്കാറുണ്ട്, മെസ്മറിസം പഠിപ്പിക്കാൻ പറ്റുമോ, മെസ്മറിസം എന്താണ്? ഈ മെസ്മറിസം എന്നുള്ളതൊരു ഫാൾസ് ആയിട്ടുള്ള ഇൻഫർമേഷൻ ആണെന്നുള്ളത് ആൾക്കാർക്ക് ഇപ്പോഴും അറിയില്ല. അതിനുശേഷം 1900 ആയപ്പോഴാണ്, 1800 തുടങ്ങി അതിനെ കുറിച്ചുള്ള സ്റ്റഡീസ് 1900 ആയപ്പോഴാണ് ഇതൊരു ക്ലിനിക്കൽ വേയിലേക്ക് കൊണ്ടുവരാൻ തുടങ്ങിയത്. മനസ്സിലായോ? ഫോക്കസ്ഡ് അറ്റൻഷൻ, അതാണ് അതിന് ആദ്യം ഇട്ട പേര്. അതായത് നിങ്ങളുടെ ഫുൾ ഇതിനെ അറ്റൻഷനെ ഫോക്കസ് ചെയ്തുകൊണ്ട് നിങ്ങൾ ഒരു പ്രത്യേക ഇതിലേക്ക് കൊണ്ടുവന്ന് നിങ്ങളെ ഹിപ്നോട്ടൈസ് ചെയ്യുക എന്നുള്ളൊരു മെത്തേഡ്. അതാണ് ഇന്നത്തെ രീതിയിലേക്ക് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരുന്നത്. ഹിപ്നോട്ടിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹിപ്നോസിസ് എന്നാണ് ശരിക്കുള്ള പദം, ഹിപ്നോട്ടിസം എന്നല്ല. ഹിപ്നോട്ടിസം എന്നുള്ളത് നമ്മളെ മലയാളികളുടെ വാക്കാണ്. ഹിപ്നോസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല രീതിയിലും നിങ്ങൾക്ക് പ്രവർത്തിപ്പിക്കാൻ പറ്റും. ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ ഹിപ്നോസിസ് എന്ന് പറയുന്നത് നമ്മൾ 4 രീതിയിലുള്ള ഹിപ്നോസിസ് ആണ് നമുക്ക് പഠിപ്പിക്കുന്നത്. നമ്മളെ ഒന്നെന്ന് പറഞ്ഞാൽ ക്ലിനിക്കൽ മെത്തേഡ് എന്ന് പറയും. അതായത് സാധാരണ രീതിയിൽ നമ്മൾ ഒരാളെ ഹിപ്നോസിൽ കൊണ്ടുപോകുക. രണ്ടാമതാണ് NLP ഹിപ്നോസിസ്. മൂന്നാമത്തെ എറിക്സോണിയൻ മെത്തേഡ്.
അതിവിടെ ഒരാളും പഠിപ്പിക്കുന്നില്ല. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ സാറിന് മുമ്പിൽ ഇരുത്തിക്കൊണ്ട് ഞാൻ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടേയിരുന്ന സാറിന് സാറിന് താല്പര്യമില്ല ഹിപ്നോസിസിൽ പോകാൻ. അങ്ങനെ വരുന്നൊരു വ്യക്തിയെ നമ്മൾ ആ സംസാരത്തിക്കൂടെ തന്നെ ഹിപ്നോസിസിൽ കൊണ്ടുപോവാണ് ചെയ്യുന്നത്. അതാണ് എറിക്സോണിയ മെത്തേഡ്. നാലാമത്തെ എന്ന് പറഞ്ഞാൽ ഇൻസ്റ്റന്റ് ഹിപ്നോസിസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വിതിൻ നോ ടൈം. സാറ് കണ്ടു കാണും എന്റെ വീഡിയോസ്. വിതിൻ നോ ടൈം ഐ കൻ ടേക്ക് എ പേഴ്സൺ ടു ദ ഹിപ്നോസിസ് സ്റ്റേജ്. അഞ്ചാമത്തെ ഞാനായിട്ട് കണ്ടുപിടിച്ചിട്ടുള്ള ഒരെണ്ണമുണ്ട്. അതാണ് ഞാനിപ്പോ എല്ലാത്തിലും ഞാൻ ഉപയോഗിക്കുന്നത്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനെ സാറിന് വേണമെന്നുണ്ടെങ്കിൽ യൂണിവേഴ്സൽ മെത്തേഡ് എന്ന് വിളിക്കാം. അതല്ലെങ്കിൽ സാറിന് വേണമെന്നുണ്ടെങ്കിൽ എന്താ പറയാ, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു പുതിയൊരു മെത്തേഡ്. അതിന് ഞാനൊരു പേരൊന്നും ഇട്ടിട്ടില്ല. പക്ഷെ ഞാനത് ഉപയോഗിക്കുന്ന യൂണിവേഴ്സൽ എനർജി ഉപയോഗിച്ചുകൊണ്ടാണ് ഞാൻ ഹിപ്നോസിൽ കൊണ്ടുപോകുന്നത്. ആൻഡ് ഇറ്റ് ഈസ് വെരി സിമ്പിൾ ഫോർ മീ. വളരെ ഈസി ആയിട്ട് എനിക്കൊരു വ്യക്തിയെ കൊണ്ടുപോകാൻ പറ്റും. ഇപ്പൊ ഒരു ക്ലിനിക്കൽ ഹിപ്നോസിസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ടേക്സ് അവേഴ്സ്, ഒരുപാട് സമയം പിടിക്കും. NLP എല്ലായിടത്തും വർക്ക് ചെയ്യണമെന്നില്ല. വർക്ക് ചെയ്യും, ആ മൊമെന്റിൽ വർക്ക് ചെയ്യാം, കുറച്ച് കഴിയുമ്പോൾ പോയിന്ന് വരാം. ഇൻസ്റ്റന്റ് ഹിപ്നോസിസ് പറഞ്ഞാൽ ദാറ്റ് ഈസ് ഓൺലി ഫോർ ദ സ്റ്റേജ് പർപ്പസ്. മനസ്സിലായോ? സ്റ്റേജിൽ കാണിക്കാൻ വേണ്ടി മാത്രമുള്ളതാണ്, ഒരു ഇൻസ്റ്റന്റ് ആയിട്ട് അല്ലെങ്കിൽ റോഡ് ഷോയ്ക്ക് കാണിക്കാനൊക്കെ ആയിട്ടുള്ള ഒരു സാധനമാണ്. എറിക്സോണിയ മെത്തേഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതുപോലെ ഇത്രയും നേരം സംസാരിച്ചു, ഒരുപാട് ലോങ് ടൈം വേണം അതിന്. വേറെ എന്റെ യൂണിവേഴ്സൽ മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഞാൻ സൈക്കിക് പവറാണ് അതിനകത്ത് ഉപയോഗിക്കുന്നത്. സൈക്കിക് മെത്തേഡ് എന്ന് തന്നെ സാറിന് വിളിക്കാം. അത് വളരെ ഈസി ആയിട്ട്, വളരെ സിമ്പിൾ ആയിട്ട് എനിക്ക് കൊണ്ടുപോകാൻ പറ്റും ഒരാളെ. അതാണ് ഞാൻ ഉപയോഗിക്കുന്ന മെത്തേഡ്. അതുകൊണ്ട് തന്നെ അധികം സമയം പിടിക്കാറില്ല. മാക്സിമം ഒരു 1 hour ഉണ്ടെങ്കിൽ ഒരു ക്ലയന്റിനെ എനിക്ക് പറഞ്ഞു വിടാൻ പറ്റും. അപ്പൊ അത് അങ്ങനെ പോകുന്നു. ഹിപ്നോസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്നുള്ളത് പോലും നമ്മുടെ ആൾക്കാർക്ക് അറിയില്ല. അതൊരു മാജിക് ആണ് എന്നൊക്കെ ധരിച്ചിട്ടേ വരുന്നത്. ഇറ്റ്സ് നോട്ട് എ മാജിക്. ഹിപ്നോസിസ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ കോൺഷ്യസ് മൈൻഡിനെ ബൈപ്പാസ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് കയറി അവിടെ നിങ്ങൾക്ക് ആവശ്യമുള്ളത്, എനിക്ക് ആവശ്യമുള്ളതല്ല, നിങ്ങൾക്ക് ആവശ്യമുള്ള മാറ്റങ്ങൾ വരുത്തുക എന്നുള്ളതാണ് ഹിപ്നോസിസിന്റെ രീതി. അതാണ് അവിടെ സംഭവിക്കുന്നത്. ഇപ്പൊ നിങ്ങൾക്ക് ഒരു ഭയങ്കര ഭയം, എന്തിനാണെന്നറിയില്ല, നിങ്ങൾക്ക് വല്ലാത്തൊരു ഭയം. ഓക്കെ, അപ്പൊ ഇത് നിങ്ങളുടെ പ്രശ്നമാണ്. നിങ്ങൾക്ക് അത് മാറ്റാനാണ് നിങ്ങൾ എൻ്റെ അടുത്ത് വരുന്നത്. അതിനെ ഞാൻ നിങ്ങളുടെ കോൺഷ്യസ് മൈൻഡിനെ വെച്ചുകൊണ്ട് എനിക്ക് സബ് കോൺഷ്യസ് മൈൻഡിൽ കയറാൻ പറ്റില്ല. കോൺഷ്യസ് മൈൻഡ് ഓൾവേസ് ബ്ലോക്കസ്. അപ്പൊ അതിനെ നമ്മൾ ഉറക്കിക്കിടത്തി അല്ലെങ്കിൽ ഉറക്കിക്കൊണ്ട് സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് കയറി ആ ഭയം എന്നുള്ള നിങ്ങളുടെ ആ ഇമോഷനെ അവിടെ നിന്നെടുത്ത് മാറ്റുക. അതാണ് നമ്മൾ അതിനകത്ത് ചെയ്യുന്നത്. പിന്നെ ചില ഹൈ ലെവലുള്ള ഇതിലേക്ക് വരുമ്പോൾ, ട്രീറ്റ്മെന്റിലേക്ക് വരുമ്പോൾ നിങ്ങൾ 2 or 3 പ്രാവശ്യം വരേണ്ടി വരും. ഈ ഒരു പ്രാവശ്യം കൊണ്ട് ഇത് അവസാനിക്കില്ല. ഈ വരുന്ന ആൾക്കാർ എങ്ങനെയാണെങ്കിൽ, പകുതി ആൾക്കാരും എങ്ങനെയാണെങ്കിൽ ഒരു പ്രാവശ്യം വരും, എല്ലാ പ്രശ്നവും തീർന്നു. ബട്ട് ഇറ്റ് ഈസ് ടെമ്പററി. അത് കുറച്ച് നാളത്തേക്ക് അത് നിൽക്കുള്ളൂ, അത് കഴിയുമ്പോൾ മാറും. പക്ഷെ അവർക്ക് അത് അറിയില്ല, പറഞ്ഞാലും മനസ്സിലാവില്ല. അപ്പൊ ഒരു പ്രാവശ്യം വന്ന് ഇവരൊക്കെ പോവും, കുറച്ച് നാൾ കഴിയുമ്പോൾ വീണ്ടും ഈ പ്രശ്നം തുടങ്ങും. അത് നമ്മുടെ തെറ്റല്ല, അവര് വരണം, അതിന് ഫോളോ അപ്പ് വേണം. 2 or 3 അത് അവരുടെ അസുഖത്തിന്റെ പ്രശ്നം അനുസരിച്ച് ചിലപ്പോൾ 5 വരെ പോവാവുന്ന പ്രശ്നങ്ങളുണ്ട്. അതിനനുസരിച്ച് അവർ വരണം. വന്നാൽ മാത്രമേ അവരുടെ പ്രശ്നം പൂർണ്ണമായിട്ടും മാറ്റാൻ പറ്റുള്ളൂ. നമുക്ക് ഈ ഹിപ്നോതെറാപ്പി എന്ന് പറയുന്ന ആൾക്കാർ വിചാരിക്കുന്ന പോലെ ഒരു സെക്കൻഡ് കൊണ്ട് ഒരു മാജിക് കാണിച്ചുകൊണ്ട് നമുക്ക് മാറ്റിയെടുക്കാനോ അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും വേറെ ദൈവികമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ, ഇതിനൊന്നും ഉള്ളതല്ല. നമുക്കിതൊരു ട്രീറ്റ്മെന്റ് രീതിയാണ്. നമ്മൾ പേഷ്യന്റ് എന്ന് പേര് പറയുന്നില്ല, നമ്മൾ ക്ലയന്റ് എന്നേ പറയുള്ളൂ. കാരണം നമ്മുടെ മുമ്പിൽ വരുന്ന ഒരു വ്യക്തി നമുക്ക് പേഷ്യന്റ് അല്ല. മനസ്സിലായോ? നമ്മളവരെ ട്രീറ്റ് ചെയ്ത് നമ്മൾ ശരിക്കും കൊടുക്കുന്ന ട്രീറ്റ്മെന്റ് തന്നെയാണ്. ഹിപ്നോതെറാപ്പി ഇസ് എ ട്രീറ്റ്മെന്റ്. അതിനെ സ്യൂഡോ സയൻസ് എന്ന് പറഞ്ഞിട്ട് പുതിയ സയൻസ് തള്ളുമായിരിക്കും. പക്ഷെ നമ്മൾ കൊടുക്കുന്ന കാര്യങ്ങൾ അവർക്ക് ഏൽക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ വൈ ഷുഡ് യു സേ ദാറ്റ് ഇറ്റ്സ് എ സ്യൂഡോ സയൻസ്? ഇറ്റ് ഈസ് 100% റൈറ്റ് വേ, റൈറ്റ്? എത്രയോ ആൾക്കാരെ നമ്മൾ രക്ഷിക്കുന്നു. ഇന്നും കൂടെ 5 പേരെ ഞാൻ രക്ഷപ്പെടുത്തി വിട്ടു, അവരുടെ പ്രശ്നങ്ങൾ തീർത്തു കൊടുത്തു വിട്ടു. അപ്പൊ ഇതൊരു സ്യൂഡോ സയൻസ് അല്ലല്ലോ. അവര് വിളിക്കുമ്പോൾ സ്യൂഡോ സയൻസ്. കാരണം അവർക്ക് ഇതിന് കൃത്യമായിട്ടുള്ള നിയമങ്ങളും നിയമാവലികളും ചട്ടക്കൂടുകളും എല്ലാം വേണം. അത് നമുക്ക് കൊടുക്കാൻ പറ്റില്ല. കാരണം നിങ്ങളുടെ മനസ്സിൽ, ഇപ്പൊ നിങ്ങളുടെ ഉപബോധ മനസ്സിൽ കയറി ഞാൻ നിങ്ങളുടെ പഴയ ജന്മം എടുത്തു, ഇത് എനിക്ക് പ്രൂവ് ചെയ്യാൻ പറ്റില്ല. പറ്റുമോ? എന്റെ അടുത്ത് ഒന്നുമില്ല, നിങ്ങളുടെ പഴയ ജന്മത്തിലാണ് നിങ്ങളിപ്പോ എന്ന് ഞാൻ എങ്ങനെ തെളിയിക്കും? എനിക്ക് പറ്റില്ല. മാസ്റ്റേഴ്സിനെ കണ്ടു, എനിക്ക് തെളിയിക്കാൻ പറ്റില്ല. അപ്പൊ നമ്മൾ ഏജ് റിഗ്രഷൻ എന്ന് പറഞ്ഞിട്ട് നമ്മൾ കൊണ്ടുപോകുന്നുണ്ട്. ഓരോരോ വർഷം നമ്മൾ പുറകിലേക്ക് കൊണ്ടുപോകുമ്പോൾ ഇവർ ഓരോ കാര്യങ്ങളും അവിടുത്തെ നമ്മളോട് പറയുന്നുണ്ട്. ഇറ്റ്സ് എ ട്രീറ്റ്മെന്റ് മെത്തേഡ്. അത് നമ്മൾ ഏജ് റിഗ്രഷൻ നടത്തി നമ്മൾ ഓരോരോ വർഷമായിട്ട് ഇവരെ പുറകിലേക്ക് കൊണ്ടുപോകുമ്പോഴേ ഇവരുടെ ശരിക്കുള്ള മാനസിക പ്രശ്നം എന്താണെന്ന് അറിയുള്ളൂ. കാരണം ഇപ്പൊ 10 വയസ്സിലോ 15 വയസ്സിലോ സംഭവിച്ചുള്ള ഒരു കാര്യം 40 വയസ്സായിട്ടുള്ള ഒരു സ്ത്രീയോ പുരുഷനോ എന്റെ മുമ്പിൽ വന്നിരിക്കുമ്പോൾ അവർക്കത് ഓർമ്മയിൽ പോലും ഉണ്ടാവില്ല.
അപ്പൊ അതിനെ നമ്മൾ എടുക്കണം എന്നുണ്ടെങ്കിൽ ഓരോരോ വർഷമായിട്ട് പുറകിലേക്ക് കൊണ്ടുപോയി ഇവരുടെ ഈ പ്രായത്തിലേക്ക് എത്തുമ്പോഴാണ് നമുക്കറിയുള്ളൂ എന്താണ് സംഭവം എന്നുള്ളത്. അതിനെ അവിടുന്ന് എടുത്ത് നമ്മൾ മാറ്റുമ്പോൾ ഇതിനെ എനിക്ക് സയൻസിൽ പ്രൂവ് ചെയ്യാൻ പറ്റുമോ? പക്ഷെ കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ അവർ പറയുന്നുണ്ട്. അപ്പൊ അത് ചേഞ്ച് വരുന്നുണ്ട്. ദാറ്റ് ഇസ് മോസ്റ്റ് ഇമ്പോർട്ടന്റ്. അല്ല, അതിലേറെ അവര് കൃത്യമായിട്ട് ഈ 10 വയസ്സിലോ 15 വയസ്സിലോ അവർക്ക് സംഭവിച്ചിട്ടുള്ള ഒരു കാര്യം അവര് വളരെ കൃത്യമായിട്ട് നമ്മളോട് പറയുമ്പോൾ അതിനെ പ്രൂവ് ചെയ്യാനായിട്ട് എനിക്കൊരു സയന്റിഫിക് ആയിട്ട് എനിക്ക് പ്രൂവ് ചെയ്യാനായിട്ട് എന്റെ അടുത്തൊരു എന്താ പറയാ നോട്ട് ഇതോ അല്ലെങ്കിൽ എന്താ പറയുക റെക്കോർഡിങ്സോ ഒന്നുമില്ല. യൂഷ്വൽ വേയിൽ നമ്മുടെ മുമ്പിൽ വരുന്ന ക്ലയന്റിന് പറയുന്ന ഒരു കാര്യങ്ങളും നമ്മൾ റെക്കോർഡ് ചെയ്യില്ല. അൺലെസ് ആൻഡ് അൺടിൽ ദേ അലൗസ് us. നമ്മൾ അവര് സമ്മതിക്കണം. ചിലര് വന്ന് പറയും എന്റെ പഴയ ജന്മത്തിലേക്ക് മുമ്പ് റെക്കോർഡ് ചെയ്യണം, എനിക്ക് കാണണം അത് എന്ന് പറഞ്ഞു വരും. സത്യത്തിൽ നമ്മളതിനെ സമ്മതിക്കില്ല. കാരണം പഴയ കാര്യങ്ങൾ നിങ്ങൾ ഓർക്കണ്ടാത്ത കാര്യങ്ങളുണ്ടെങ്കിൽ അത് അവിടുന്ന് കട്ട് ചെയ്ത് കളയണം. അങ്ങനെയാണ് നമ്മുടെ ഒരു രീതി. ചിലവര് പറയും എനിക്ക് കാണണം, എനിക്ക് അറിയണം എന്തൊക്കെയാണെന്നുള്ളത്. റെക്കോർഡ് ചെയ്യുന്നുണ്ട്. അവർ പറഞ്ഞാൽ മാത്രം നമ്മൾ റെക്കോർഡ് ചെയ്ത് കൊടുക്കും. അത് പ്രത്യേകിച്ചും പുള്ളി ബാധ ആ സംഗതിയിലാണ് സാധാരണ. ബാധയൊന്നും ഞാൻ റെക്കോർഡ് ചെയ്യാൻ നിൽക്കില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സാറേ ബാധയില് ഒരു 90% സൈക്കോളജിക്കൽ ഇഷ്യൂ ആണ്, ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ബാക്കി വരുന്നതിന് സാറിന് എക്സ്പ്ലനേഷൻ ഇല്ല, ആർക്കും ഇല്ല. മനസ്സിലായോ? അതിനെ ഞാൻ റെക്കോർഡ് ചെയ്യാന്നിട്ട് പണി വാങ്ങിച്ചു കൂട്ടേണ്ട കാര്യം എനിക്കില്ല. അല്ലേ, നമ്മുടെ ഒരു തിരുമേനിയാണ് അദ്ദേഹം. പിന്നെ ഞാൻ അത് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് ചോദിക്കാൻ വരികയായിരുന്നു. കാരണം വെച്ചാൽ നമ്മളിപ്പോ ഈ പറയുന്ന സയന്റിഫിക് മെത്തേഡ്സ് മാത്രമാണോ ഉപയോഗിക്കുന്നതോ അതിനു വേണ്ടി അതിനു വേണ്ടി ചില പൂജാ കർമ്മങ്ങളൊക്കെ ചെയ്യേണ്ടി വന്നാൽ നമ്മൾ ചെയ്യും. നമ്മളെപ്പോഴും നോക്കൂ, നമ്മൾ ഉപാസിക്കുന്ന പല ആൾക്കാരും ഉണ്ട്. കാരണം ഈ ബാധ കേസുകളിൽ നമുക്ക് സഹായം കിട്ടിയേ പറ്റും. ഒറ്റയ്ക്ക് എന്നെ കൊണ്ട് താങ്ങില്ല. ഞാൻ പറഞ്ഞില്ലേ കഴിഞ്ഞ ക്ലാസ്സിലൂടെ വന്നപ്പോ ഒരടി അപ്പുറത്ത് നിൽക്കുന്നതിന് കിട്ടി, അടുത്തത് എനിക്കും കിട്ടി. അപ്പൊ ഇതൊന്നും നമ്മുടെ കൺട്രോളിൽ നിൽക്കുന്ന കാര്യമല്ല. ഇവരെ കൺട്രോളിൽ നിർത്തണമെങ്കിൽ നമുക്ക് ഇതൊക്കെ വഴിയുള്ളൂ. അപ്പോൾ നമ്മൾ കുറെ പൂജയും കർമ്മങ്ങളൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യും. എന്ന് വെച്ചാൽ വലിയ എന്താ പറയാ ഹോമം നടത്തുക അങ്ങനത്തെ ഒന്നും ചെയ്ത് നമ്മൾ ആൾക്കാരെ കാശ് വാങ്ങുന്ന അങ്ങനത്തെ പരിപാടി തന്നെ. ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ചെയ്യും. അവർക്ക് അത്യാവശ്യം വേണ്ടത് സമാധാനിപ്പിച്ച് അവരുടെ പ്രശ്നം തീർത്ത് നമ്മൾ വിടും. അത്രേ ഉള്ളൂ നമ്മൾ ചെയ്യുന്നത്. അത് നമ്മൾ ചെയ്യുന്നുണ്ട്. അതല്ലാതെ പിന്നെ നമുക്ക് ഇതിനകത്ത് വേണ്ടി വരുന്ന ഈ ഹിപ്നോസിസിന്റെ ഒരു വഴി കൂടെ നമ്മൾ പോകുമ്പോൾ നമുക്ക് വേണ്ടി വരുന്ന ഇതൊക്കെയാണ്. ബ്രെയിൻ മാപ്പിംഗ് ഇതിന്റെ കൂട്ട് ബ്രെയിൻ മാപ്പിംഗ് അത് പോലീസിന്റെ ഒരു വഴിയാണ്, നമ്മുടെ ഒന്നും വഴിയല്ല. അങ്ങനെയുള്ള അസിസ്റ്റൻസിനെ വിളിക്കാറുണ്ടോ? ഇല്ല, അവര് പോലീസുകാര് ചിലപ്പോ ട്രെയിനിങ് കൊടുക്കാനും അങ്ങനത്തെ വിളിക്കാം. ഓരോ കാര്യങ്ങൾ എക്സൈസുകാർ, പോലീസുകാർ അവരൊക്കെ വിളിക്കാറുണ്ട്.